എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭരണി നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 2025 വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷഫലം ഭരണി നക്ഷത്രത്തിനെ കുറിച്ചാണ്. ഇതിൽ ഭരണി നക്ഷത്രക്കാർക്ക് പല വഴികളിലൂടെ ധനം ലഭ്യമാകാം. എവിടെന്നെങ്കിലും ധനം കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം കിട്ടും. അത് കരാർ ജോലിക്കാർക്ക് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കോൺട്രാക്റ്റ് ഇതിലെല്ലാം പണം കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പണങ്ങൾ ബില്ലെല്ലാം മാറി ആ പണം കിട്ടേണ്ട സാധ്യതകളെല്ലാം ഉണ്ട്. വേറെ ഏതെങ്കിലും വഴിക്ക് പണം മുടങ്ങിക്കിടക്കുകയാണെങ്കിലും അതെല്ലാം തീർച്ചയായിട്ടും ഈ വർഷം കിട്ടത്തക്ക സാധ്യത ധാരാളമായി കാണുന്നുണ്ട്. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഏതെങ്കിലും രീതിയിലായിരുന്നാലും ലഭ്യമാകാം. അത് സംഭാവനയായിട്ട് ആരെങ്കിലും തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിലായിരുന്നാലും സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർക്ക് അവരത് വീട് സ്ഥലമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക് അത് വാങ്ങാൻ സാധിക്കും. ഇനി സർക്കാരിൽ നിന്നോ മറ്റു സന്നദ്ധ സംഘടനകളിൽ നിന്നോ വീടോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാകാനുള്ള ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അർഹതയുള്ളവർക്ക് ലഭ്യമാകുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ഇനി ഭരണി നക്ഷത്രക്കാർ ആരെങ്കിലും സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വർഷം ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശത്രുക്കൾ ശല്യങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുന്നവർക്ക് പല രീതിയിലും ശത്രുക്കൾ ശല്യം ചെയ്യാം. അതിൽ നിന്നെല്ലാം ഈ വർഷം മോചനം ലഭിക്കും. പിന്നെ ഇതുവരെ അകന്നിരിക്കുന്ന ബന്ധുക്കൾ, അതായത് ബന്ധുക്കൾ ആരെങ്കിലും പിണങ്ങിയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലമോ നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം യോജിച്ച് വരികയും നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള പേപ്പർ വർക്കുകൾ എല്ലാം സബ്മിറ്റ് ചെയ്ത് അതിൽ നിന്ന് മാർക്ക് വാങ്ങുന്നതിനും എല്ലാം സാധിക്കും. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്കും അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങളിൽ അവർക്ക് ആ ഗവേഷണ പരീക്ഷണങ്ങളിൽ അവർക്ക് വിജയം ലഭിക്കുകയും അതുമൂലം അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യേണ്ട സാധ്യതയും ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കുന്നതാണ്. പിന്നെ ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നാലും അതുപോലെ പൊതുപ്രവർത്തകർക്കായിരുന്നാലും അവർക്ക് അർഹതയുള്ള പ്രൊമോഷൻ കിട്ടും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്കും പ്രൈവറ്റ് മേഖലയിലെ ജോലിക്കാർക്കൊക്കെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യൂണിഫോം സർവീസുകാർക്കും ഇത് ബാധകമാണ്. അവർക്കും തീർച്ചയായിട്ടും ഈ പ്രൊമോഷൻ റാങ്ക് ഒക്കെ കിട്ടുകയും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുകയും ചെയ്യും. അതൊക്കെ വളരെ ഒരു നല്ല സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. നല്ല ഭക്ഷണം ലഭിക്കാം, നല്ല വസ്ത്രങ്ങളൊക്കെ ലഭിക്കാം. അതുപോലെ പൂജാതി കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കും. ഈ 2025 ഭരണി നക്ഷത്രക്കാർക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അതിലെല്ലാത്തിനും ഫലം ലഭിക്കുന്നതാണ്. അതുപോലെ ദാനാദി കർമ്മങ്ങളും അത് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ, പുണ്യകർമ്മങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള രോഗത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 2025 വളരെ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും. വിശേഷിച്ചും വയറ് സംബന്ധമായ രോഗങ്ങൾ, ഒരുപാട് വയറിലെ ഒരു രോഗങ്ങളുണ്ട്, അതുമൂലം കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇത്തവണ ആശ്വാസവും മോചനവും ലഭിക്കും. അല്ലെങ്കിൽ രോഗം കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സകൾ ലഭിക്കും. കണ്ണിൻ്റെ അസുഖം അതുപോലെ തന്നെയാണ്. കണ്ണിനും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് അവർക്കും തീർച്ചയായിട്ടും ആ അസുഖങ്ങളിൽ നിന്നവർക്ക് മോചനം ലഭിക്കും. അതുപോലെ കോടതി കേസുകളുണ്ടാകാം. ഇനി ശിക്ഷിക്കുമോ, വലിയ ശിക്ഷ കിട്ടുമോ എന്നൊക്കെ ഭയന്നിരിക്കുന്ന ആൾക്കാർക്കും ഇതൊരു ആശ്വാസമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 2025 ചെറിയ ഒരു ശിക്ഷകളൊക്കെ കിട്ടി ആ കേസിനൊക്കെ ഇളവുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പിന്നെ മക്കൾ, ഇപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാരുടെ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ 2025 അവർക്ക് ആ രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരെങ്കിലും വാഹന അപകടങ്ങളിലോ മറ്റേതെങ്കിലും അപകടങ്ങളിലോ ഉള്ള വലിയ മുറിവുകളോ ചതവുകളോ അതുപോലെ തീപ്പൊള്ളൽ മൂലമുണ്ടായ മുറിവുകളോ ചതവോ തീർച്ചയായിട്ടും അതെല്ലാം ഭേദമാകാണ്ടിരിക്കുന്ന മുറിവുകളെല്ലാം ഈ വർഷം അത് പൂർണ്ണമായിട്ട് ഭേദമാകും. അവർക്ക് അതിൽ നിന്നെല്ലാം ആ പുണ്ണ് പൂർണ്ണമായി ഭേദമായി അതിൽ നിന്നെല്ലാം ആശ്വാസവും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീടിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീടിനകത്തുള്ള ഉപകരണങ്ങൾ, അതായത് വീട്ടിൻ്റെ നമുക്ക് ഉള്ള ഉപകരണങ്ങളുണ്ട്, AC അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ, മിക്സി അങ്ങനെയൊക്കെയുള്ള എല്ലാം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങാനായിട്ട് അവർക്ക് സാധിക്കും. പൊതുവേ ഭരണി നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം വളരെ നല്ല സമയമാണ് അവർക്ക്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ഭരണി നക്ഷത്രത്തിൻ്റെ മൃഗമായ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പക്ഷി പുള്ളാണ്, പക്ഷിയെ ഉപദ്രവിക്കാതിരിക്കുക. നെല്ലി എന്ന വൃക്ഷത്തിനെ പരിപാലിക്കുക.
ഭൂമി ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും നമുക്ക് ഇൻ്റർവ്യൂവിനായിരുന്നാലും ഒരു നല്ല കാര്യത്തിന് എഴുതാനായിരുന്നാലും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി ഭൂമി ദേവിയെ ഒന്ന് തൊഴുന്നത് വളരെയധികം നല്ല കാര്യങ്ങളായിരിക്കും. ദേവി ഭൂതമാണ്, പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി ദേവിയാണ്. അതിനെ തൊഴുക. ഇതെല്ലാം ചെയ്യുമ്പം വരാൻ പോകുന്ന എല്ലാ ശനിദോഷങ്ങളും മറ്റുള്ള ദോഷങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2025 വർഷം സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ദൈവം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നധാരണപരമായതോ രുദ്രാക്ഷധാരണപരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ മാറുന്നതിന് സംശയ നിവാരണം ചെയ്യുന്നതിന് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.